ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കെ.പി. ശങ്കർദാസിന് ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. കേസിൽ എല്ലാ പ്രതികൾക്കും അങ്ങനെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കണ്ണനായർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. കണ്ണൻ, ആരോഗ്യാവസ്ഥയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ ഈ അറസ്റ്റിൽ നടക്കം ഒരു സംരക്ഷണം തേടിയത്, പക്ഷേ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒടുവിൽ ജാമ്യം ലഭിക്കുമ്പോൾ വിവരങ്ങൾ. ജാമ്യം സ്വാഭാവികമായി ലഭിച്ചതാണ്. 90 ദിവസം ഈ 2 കേസിലും അദ്ദേഹം ജയിലിൽ കിടന്നു. അതിനുശേഷം സ്വാഭാവികമായും പ്രതിക്ക് ലഭിക്കേണ്ട ഒരു പരിഗണന വെച്ച് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത്, ഈ കേസുമായി ബന്ധപ്പെട്ട് SITക്ക് ഉണ്ടായ ഒരു പരാജയം എന്ന് പറയേണ്ടി വരും. കാര്യം ഒരാളെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇത്തരത്തിൽ എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. SIT ഈ കിട്ടിയ തെളിവുകൾ ഇണക്കി ഒരു കുറ്റപത്രമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് SITയുടെ പരാജയം തന്നെയാണ്. അത് തന്നെയാണ് ഈ കോടതിയിൽ നിന്ന് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. നിലവിൽ ഇപ്പോൾ കെ.പി. ശങ്കർദാസ് കൂടി പുറത്തിറങ്ങുന്നതോടുകൂടി ഈ കേസിലെ എല്ലാ പ്രതികളും കോടതി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്.